ഹേ ഗൈസ്, ഇതൊരു കുട്ടി സ്റ്റോറിയാണ്. അങ്ങനെ 2 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ബഹ്റൈനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഗ്രാൻഡ് മോസ്ക് കണ്ടപ്പോഴാണ് ആലോചിച്ചത്, പോണമെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ആവട്ടെ. ഞാൻ 4ാമത്തെ തവണയാണ് ബഹ്റൈനിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതെന്നുണ്ടെങ്കിലും ഇതെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. എന്താ റീസൺ എന്നല്ലേ, ഇപ്രാവശ്യം അജു എൻ്റെ കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് അവർ ഫസ്റ്റ് ഫ്ലൈറ്റ് ടുഗെദർ. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ലോഞ്ച് ആക്സസ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ലോഞ്ച് എക്സ്പീരിയൻസും കൂടി ഇരുന്നത്. ഞാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ എന്നുള്ള അവസ്ഥയിലായിരുന്നു. എന്തോരം ഫുഡ് വെറൈറ്റികളാണ്, ഒന്നിൻ്റെയും പേരറിയില്ലെങ്കിലും കഴിച്ചില്ലാത്തതിന് ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് കോഫി വിത്ത് അജുവിൻ്റെ തള്ളലായിരുന്നു. ലോകത്ത് എവിടെയും കേൾക്കാത്ത തള്ളലോള്. ഞാൻ പിന്നെ മിണ്ടാണ്ടാണ്ട് കേട്ടിരുന്നു. കണ്ടോ, നാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ മുഖത്ത് പൊട്ടിമുളച്ചിക്കണം. പിന്നെ എത്ര നാട്ടിക്കാന്ന് പറഞ്ഞാലും ഉമ്മാക്കുള്ള ഡെയിലി വീഡിയോ കോള് അത് മസ്റ്റാണ്. അങ്ങനെ ഞാൻ കണ്ടതാ ഇത്. കണ്ടോ, ഇത് കണ്ടാൽ കുറുനരീനെ ഓർമ്മ വരുന്നില്ലേ? പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 hour, ജസ്റ്റ് 1 hour ഡിലേ ആയിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ വിശപ്പും ദാഹമൊക്കെ സ്വാഭാവികമല്ലേ. അങ്ങനെ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേട്ടനോട് പറയാം, മോളെ ലഞ്ച് റെഡി ആക്കണമെന്ന്. ഇനി എൻ്റെ കഴിപ്പ് കണ്ടിട്ടാണോ എന്നറിയില്ല, ഞാനീ കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ട് പോകുന്നില്ല. ചേട്ടന് വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റ് ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, അജും കഴിച്ചിരിക്കണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ സ്പൂണൊക്കെ വെച്ചിട്ട് ബിരിയാണി കഴിക്കുന്നത്. അങ്ങനെ ബിരിയാണിയും തട്ടി പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിക്ക് വിട്ടു. ഇനി 4-4.5 മണിക്കൂർ ഫ്ലൈറ്റേ ശരണം എന്നാണല്ലോ. സത്യം പറയാലോ, നല്ല ബോറടിച്ച്. പിന്നെ എത്ര ബോറടിച്ചെന്ന് പറഞ്ഞാലും ഈ ഫ്ലൈറ്റിൻ്റെ വിൻഡോ കൂടെയുള്ള ഈ ഒരു വ്യൂ ഇല്ലേ, ഇറ്റ്സ് മൈ ഫേവറേറ്റ് പാർട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ചെയ്യാമല്ലോ, ഉറങ്ങാൻ എണീക്കുക, ഇടയ്ക്കൊരു കോഫി അടിക്കുക. ഉയരം കൂടുന്തോറും ചായക്ക് മധുരം കൂടുന്നാണല്ലോ, പക്ഷേ കോഫിക്ക് മധുരം ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ 4-4.5 മണിക്കൂറിന് ശേഷം കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞു. സോ അത്രേ ഉള്ളൂ. ബൈ.